അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുതുബി 39. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ഫത്തർതീബു قوله فالترتيب إشارة إلى العلة الصورية بالمطابقة. തർത്തീബിനെ പറ്റി പറഞ്ഞല്ലോ. തർത്തീബ് എന്ന് പറയുന്നത് സൂരിയായ ഇല്ലത്തിലേക്ക് ഇഷാറത്താണ്, മുതാബഖിയായിട്ട് എന്ന ഷാരിഹിന്റെ ഖൗല്. അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അഖൂലു, ഞാൻ പറയുന്നു, വഅ്തുരിദ അലൈഹി, ഈ ഫത്തർത്തീബ് ഇഷാറത്തുൻ ഇലൽ ഇല്ലത്തി സൂരിയ എന്നതിന്റെ മേലിൽ ഇഅ്തിറാബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫത്തർത്തീബു ഇഷാറത്തുൻ ഇലൽ ഇല്ലത്തി സൂരിയ എന്നതിന്റെ മേലിൽ ഇഅ്തിറാബ് ചെയ്യപ്പെട്ടു. എന്താ ചെയ്ത ഇഅ്തിറാബ്? ബി അന്ന സൂറത്തുൽ ഫിക്രി, നിശ്ചയം ഫിക്റിന്റെ സൂറത്ത്. നിങ്ങൾ പറഞ്ഞില്ലേ, ഫിക്റിനെ പറ്റി പറഞ്ഞില്ല, തർത്തീബ് ഉമൂരി മാലൂമത്തിൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഫിക്രിനുള്ളതായ സൂറത്ത് കമഅ്തറഫ്ത ബിഹി, നീ മനസ്സിലാക്കിയത് പോലെ തന്നെ ഫിക്റിന്റെ സൂറത്താകുന്നത് ഹിയൽ ഐഹത്തുൽ ഇജ്തിമാഇയ്യ, ഇജ്തിമാഇയായ ഒരു രൂപമാണ്. അതായത് ഫിക്ർ എന്ന് പറയുമ്പോൾ അത് തർത്തീബും അതേപോലെ മാലൂമായ അമ്രുകളെ തർത്തീബാക്കുക. അതെന്തിനു വേണ്ടി തർത്തീബാക്കുക? അത് മാലൂമായ അമ്രുകളിലൂടെ മജ്ഹൂലായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പറഞ്ഞത് ഈ ഐഹത്തുൽ ഇജ്തിമാഇയ്യ, അപ്പൊ ഇജ്തിമാഇയായ ഐഹത്താണ്. അതായത് പല കാര്യങ്ങളും കൂടി ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതാണ് പറഞ്ഞ ഈ ഫിക്റിന്റെ സൂറത്ത് എന്ന് പറഞ്ഞാല് വെറും തർത്തീബ് മാത്രമല്ല, ഈ തർത്തീബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുണ്ടാകുന്ന ഒരു ഇജ്തിമാഇയായ രൂപമാണ് സത്യത്തിൽ ഫിക്റിന്റെ സൂറത്ത്. ഇവര് പറഞ്ഞപ്പോ അങ്ങനല്ല. ഇവര് പറഞ്ഞപ്പോ എന്താണ്? അതായത് തർത്തീബ് എന്ന് പറഞ്ഞാൽ ഇല്ലത്തു സൂരിയ, അത് സൂരിയ ഇല്ലത്തിലേക്കുള്ള സൂചനയാണ്. എന്നാൽ അപ്പൊ അതിനെപ്പറ്റി ഇത്തിറാബ് ചെയ്തുകൊണ്ട് പറയാണ് എന്തെന്ന്, അതായത് സൂറത്തുൽ ഫിക്ർ എന്ന് പറഞ്ഞാല് നീ മനസ്സിലാക്കിയത് പോലെ അത് ഇജ്തിമാഇയായ അയ്യത്താണ്, മറ്റതല്ല. വലാശക്ക, എന്ന സംശയമില്ല. അന്നഹ, തീർച്ചയായും ഈ ഇജ്തിമാഇയായ അയ്യത്താകുന്നത് ലൈസ, അത് അല്ല, നഫ്സ തർത്തീബി, അത് തർത്തീബിന്റെ എന്തല്ല, നഫ്സല്ല. കാരണം എന്താണ്? തർത്തീബിന്റെ നഫ്സല്ല എന്ന് പറയാനുള്ള കാരണം അത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഇജ്തിമാഇയായ ഐഹത്ത്, ആ ഇജ്തിമാഇയായ ഐഹത്ത് തർത്തീബിന്റെ നഫ്സല്ല എന്ന് പറയാനുള്ള കാരണം ഇജ്തിമാഇയായ ഐഹത്ത് മഖൂലത്തുൽ ഫിഇലിന് പെട്ടതാണ്. അല്ല, തർത്തീബ് എന്ന് പറയുന്നത് മഖൂലത്തുൽ ഫിഇലിന് പെട്ടതാണ്. ഐഹത്തുൽ ഇജ്തിമാഇയ്യ എന്നുള്ളത് മഖൂലത്തുൽ കൈഫിന് പെട്ടതാണ്. തർത്തീബ് മഖൂലത്തുൽ ഫിഇലാണ്, ഐഹത്തുൽ ഇജ്തിമാഇയ്യ എന്നുള്ളത് മഖൂലത്തുൽ കൈഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇജ്തിമാഇയായ ഐഹത്തിനെ സംബന്ധിച്ച് അതായത് തർത്തീബിന്റെ നഫ്സാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. നേരത്തെ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാ പറഞ്ഞത്. അതാ പറഞ്ഞത് എന്തെന്ന്, വലാ ശക്ക അന്നഹ ലൈസത്ത് നഫ്സ തർത്തീബി, തർത്തീബിന്റെ നഫ്സ് എന്ന് ഒരിക്കലും ഈ ഇജ്തിമാഇയായ ഐഹത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. പിന്നെയോ ബൽഹിയ, എങ്കിലും ഈ ഇജ്തിമാഇയായ ഐഹത്താവുന്നത്
അത് മഅലൂലത്തുൽ ലഹു, അത് തെർത്തീബിനുള്ളതായ ഒരു മഅലൂലാണ്. തെർത്തീബ് ഇല്ലത്താണ്. ഈ തെർത്തീബിന്റെ കാരണമായിട്ടാണ് ഇജ്തിമായിയായ അയ്യത്ത് ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇജ്തിമായി അയ്യത്ത് മഅലൂലാണ്, തെർത്തീബ് എന്നുള്ളത് എന്തുമാണ്? ഇല്ലത്തുമാണ്. അൽഹംദുലില്ലാഹ്. അവെന്ത് പറഞ്ഞു? പിന്നെ ബൽഹിയ മഅലൂലുൽ ലഹു. അങ്ങനെ വെക്കുമ്പോഴേ നമ്മളിപ്പോ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇത് ഇജ്തിമായിയായ അയ്യത്ത് എന്നുള്ളത് തെർത്തീബിന്റെ നഫ്സല്ല, പിന്നെയോ ഇജ്തിമായി അയ്യത്ത് അത് മഅലൂലാണ്, തെർത്തീബ് എന്നുള്ളത് എന്താണ്? ഇല്ലത്താണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഫയകൂനു, അപ്പോൾ ആകുന്നതാണ് ദലാലത്തു തെർത്തീബ്, തെർത്തീബ് അറിയിക്കല് ആകും. ഏതിന്റെ മേല്? അലൈഹ, ഇജ്തിമായിയായ അയ്ഹത്തിന്റെ മേല്. അപ്പൊ ഇജ്തിമായിയായ അയ്ഹത്തിന്റെ മേലിന് തെർത്തീബ് അറിയിക്കുക എന്നുള്ളത് ആകും. അത് എന്തായി മാറുന്നതാണ്? ഇൽത്തിസാമിയതൻ, അത് ഇൽത്തിസാമിയായ ദലാലത്തായി മാറും. ഇൽത്തിസാമിയാണ്. കാരണം എന്താണ്? ഈ പിന്നെ നമ്മൾ പറഞ്ഞതായ ഈ അയ്ഹത്തുൽ പിന്നെ ഇജ്തിമായി എന്നല്ല, ഈ അയ്യത്തുൽ ഇജ്തിമായിയ എന്നുള്ളത് പിന്നെ മഅലൂലാണ്. ആ മഅലൂലിനക്ക് അതുപോലെ ഇല്ലത്താണ് ഏത്? തെർത്തീബ്. അപ്പൊ ആ മഅലൂല് സത്യത്തിൽ ഇല്ലത്താകുന്ന തെർത്തീബിനക്ക് ലാസിമായി ഉണ്ടായിത്തീരാണ്. കാരണം വെച്ചാല് നമ്മളിപ്പോ തെർത്തീബാക്കി കഴിഞ്ഞാൽ ആ തെർത്തീബാക്കുമ്പം തന്നെ ഏത് ഉണ്ടായിത്തീരുകയാണ്? ഈ ഇജ്തിമായി അയ്യത്ത് ഉണ്ടാകുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ തെർത്തീബ് ചെയ്യുമ്പോ അവിടെ ഇജ്തിമായി അയ്യത്ത് ഉണ്ടാവരുത് എന്ന ഉദ്ദേശപ്രകാരം തെർത്തീബാക്കിയാലും അവിടെ ഇജ്തിമായി അയ്യത്ത് ഉണ്ടാവും. ഇപ്പൊ ഏതുപോലെയെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പം ഒരു പിന്നെ ചൂടുവെള്ളത്തില് ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് അതേപോലെ തന്നെ പാലും വാർന്ന് അപ്പം എന്താവും? ചായ ഉണ്ടാവില്ല. ഈ ചായ എന്നുള്ള ഇജ്തിമായി അയ്യത്താണ്. അത് നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് തന്നെ ഏതായി തീരാണ്? ഏതുണ്ടായിത്തീരാണ്? ഈ ഇജ്തിമായി അയ്യത്ത് അയ്യത്ത് ഉണ്ടായിത്തീരാണ്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തെർത്തീബ് എന്ന് പറയുന്നത് അത് മഖൂലത്തിൽ ഫെയിലിൽപ്പെട്ടതാണെങ്കിൽ അയ്യത്തുൽ ഇജ്തിമായിയ എന്നുള്ളത് മഖൂലത്തിൽ കൈഫിൽപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് പറഞ്ഞു? അവ വയക്കൂലു ദലാലത്തു തെർത്തീബി, തെർത്തീബ് അറിയിക്കലാകും അലൈഹ, ഏതിന്റെ മേല്? ഈ ഇജ്തിമായിയായ അയ്യത്തിന്റെ മേൽ അറിയിക്കലാകും. അത് ഇൽത്തിസാമിയാവും. ഉദാഹരണം ഏതുപോലെ? കദലാലത്തി അലൽ മുറത്തിബി, കദലാലത്തിഹി അലൽ മുറത്തിബി, കദലാലത്തിഹി ഈ തെർത്തീബ് അറിയിക്കും പോലെ. ഏതിന്റെ മേൽ അറിയിക്കുക? അലൽ മുറത്തിബി, മുറത്തിബിന്റെ മേൽ അറിയിക്കുക അല്ലേ? കാരണം തെർത്തീബ് ചെയ്യുമ്പോൾ തന്നെ മുറത്തിബിന്റെ മേൽ അറിയിക്കൽ വരില്ലേ? കാരണം തെർത്തീബ് ചെയ്യുമ്പോ മുറത്തിബില്ലാതെ തെർത്തീബാക്കാൻ കഴിയൂല. അപ്പൊ തെർത്തീബ് ഇവിടെ ഉണ്ടാവുമ്പോ തെർത്തീബിന് വെന്നിയായിട്ട് ഇൽത്തിസാമിയായ രൂപത്തിൽ ഏതുണ്ടാവും? മുറത്തിബ് ഉണ്ടാവുമല്ലോ. കാരണം മുറത്തിബില്ലാതെ തെർത്തീബാക്കാൻ കഴിയോ? മൂജിദില്ലാതെ ഈജാദ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതേപോലെ അപ്പൊ മുറത്തിബിന്റെ മേൽ അറിയിക്കും. എന്നാൽ വയുംകിനും സൗകര്യപ്പെടും അയ്യുക്കാല പറയപ്പെടാൻ പറ്റും. വയുംകിനു അയ്യുക്കാല പറയപ്പെടാന് പറ്റും. ജവാബായിട്ട് അതായത് ഇവിടെ പറഞ്ഞു പോകുന്നത് ഇപ്പൊ എന്താണ്? തെർത്തീബ് ഇജ്തിമായിയായ അയ്യത്തിന്റെ മേൽ അറിയിക്കല് അത് മഅലൂലായ രൂപത്തിലൂടെയാണ്, ഇൽത്തിസാമിയായ രൂപത്തിലൂടെയാണ് എന്ന് പറഞ്ഞു. മനസ്സിലായ? അവ സത്യത്തിൽ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞല്ലോ എന്തെന്ന്? ഇവിടെ ഇപ്പൊ ഇത്തിറാദ് ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ? എന്തെന്ന്? ഇത്തിറാദ് ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ എന്തെന്ന്? സൂറത്തുൽ ഫിഖ് ഇങ്ങനാണ്, അത് നഫ്സ് തർത്തീബല്ല, മഅലൂലാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇൽത്തിസാമിയ ദലാലത്താണ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് സത്യത്തിൽ ഇത്തിറാദാണല്ലോ. ഇനി ആ ഇത്തിറാദിലേക്ക് മറുപടിയായിട്ട് പറയാണ്
വയുംകിനു സൗകര്യപ്പെടുന്നതാണ് അയുകാല പറയപ്പെടുക. എന്താണ് പറയപ്പെടുന്നത്? ഇന്ന ദലാലത്തെ തെർത്തീബി, തീർച്ചയായും തെർത്തീബ് അറിയിക്കുക എന്ന് പറഞ്ഞ കാര്യം. ഇന്ന ദലാലത്തെ തെർത്തീബി, തീർച്ചയായും ഈ തെർത്തീബ് അറിയിക്കുക എന്ന് പറഞ്ഞതായ കാര്യം. അല്ല അയ്യത്തിന്റെ മേൽ അറിയിക്കൽ, അഥവാ ഇസ്തിമായിയായ അയ്യത്തിന്റെ മേലില് തെർത്തീബ് അറിയിക്കുമല്ലോ. ഏത് ഇൽത്തിസാമിയായ രൂപത്തിൽ അറിയിക്കും. അല്ലത്തി എങ്ങനത്തെ അയ്യത്താണ്? ഈ മാലൂലത്തു ലഹു, അത് തെർത്തീബിനിക്കുള്ള മാലൂലാണ്. അപ്പൊ തെർത്തീബിനിക്കുള്ള മാലൂലാവുന്ന അയ്യത്തിന്റെ മേല് തെർത്തീബ് അറിയിക്കുക എന്നുള്ളത് അൽഗറു, അത് ഏറ്റവും താഹിറായതാണ്. ഏതിനേക്കാളും മിൻ ദലാലത്തി അതിന് മുറത്തിബിൽ യദി വ ഫായിലുഹു, അതായത് തെർത്തീബിന്റെ ഫായിലാകുന്ന മുറത്തിബ്, ആ മുറത്തിബിന്റെ മേൽ എന്ത് ചെയ്യുക? അറിയിക്കുക. ആ മുറത്തിബിന്റെ മേൽ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ദാഹിറാണ് ഏത്? തെർത്തീബ് എന്ന് പറയുന്നത്. ഏതിന്റെ മേൽ അറിയിക്കുക? ഏതിന്റെ മേൽ അറിയിക്കുക? തെർത്തീബ് എന്നുള്ളത് അയ്യത്തുൽ ഇജ്തിമാഇന്റെ മേൽ അറിയിക്കുക. കാരണം എന്താണെന്നറിയാം? അത് കാര്യമൊന്നുണ്ട്. ഏറ്റവും ദാഹിറാന്ന് പറയാനുള്ള കാരണം, അതായത് പിന്നെ തെർത്തീബിന് നിന്ന് മുറത്തിബിന്റെ മേലുള്ളതായ ദലാലത്ത് അത് കുറച്ച് ചിന്തിച്ചാലേ കിട്ടും, പെട്ടെന്ന് കിട്ടൂല. അതായത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ചുകൊണ്ട് ഇജ്തിമാഇ അയ്യത്തിന്റെ മേൽ തെർത്തീബ് അറിയിക്കുക പെട്ടെന്ന് കിട്ടുന്നതാണ്. അത് വേഗം മനസ്സിലാകുന്നതാണ്. കാരണം തെർത്തീബ് ചെയ്യുമ്പോൾ തന്നെ ഏതുണ്ടാകുകയാണ്? ഇജ്തിമാഇ അയ്യത്തുണ്ടായി തീരാറുള്ള അല്ലേ? എങ്കിൽ അവിടെ ഇപ്പൊ എന്ത് പറഞ്ഞു? ജവാബ് മറുപടി അപ്പൊ ഈ പറഞ്ഞത് എന്ത്? തെർത്തീബ് എന്നുള്ളത് ഇജ്തിമാഇ അയ്യത്താകുന്ന മാലൂലിന്റെ മേൽ അറിയിക്കല് തെർത്തീബ് മുറത്തിബിന്റെ മേൽ അറിയിക്കുന്നതിനേക്കാളും ഏതാണ്? അത് ഏറ്റവും ഔലവിയായ കാര്യമാണ്. ഇത്തിറാദ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇത്തിറാദ് രണ്ടും സെയിമാക്ക ചെയ്തിരിക്കുന്നത്. രണ്ടും സെയിമാണ് ഇത്തിറാദുള്ളത്. കാരണം ഇത്തിറാദി പറഞ്ഞെന്താ? തെർത്തീബ് എന്നുള്ളത് ഇജ്തിമാഇ അയ്യത്തിന്റെ മേൽ അറിയിക്കല് ഇൽത്തിസാമിയ ദലാലത്തായതുപോലെ തെർത്തീബ് എന്നുള്ളത് മുറത്തിബിന്റെ മേൽ അറിയിക്കലും ഏതാണ്? ഇൽത്തിസാമിയ ദലാലത്ത് എന്നാണ്. അപ്പൊ ആ ദലാലത്ത് സെയിമാക്ക ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല. ശരി. ഇനി അപ്പൊ അതിന് മറുപടി ആയിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി ആ പറഞ്ഞ മറുപടിക്ക് ഇല്ലത്ത് പറയാണ്. ഏത് മറുപടി? തെർത്തീബ് അയ്യത്തുൽ ഇജ്തിമാഇന്റെ മേൽ അറിയിക്കല് അദ്ഹറാണ്. തെർത്തീബ് എന്നുള്ളത് മുറത്തിബിന്റെ മേൽ അറിയിക്കുന്നതിനേക്കാളും. ഇനി കാരണം പറയാണ്. ഈ അന്ന ദലാലത്തൽ ഇല്ലത്തി, ഇല്ലത്ത് അറിയിക്കല്. ഇല്ലത്ത് ഇവിടെ പേരാ തെർത്തീബ്. ഏതൊരു ഇല്ലത്തായാലും ആ ഇല്ലത്ത് അറിയിക്കല് മാലൂലിന്റെ മേൽ അലാ മാലൂലിഹ, ആ മാലൂലിന്റെ മേൽ അറിയിക്കുക എന്നുള്ളത് അഖ്വ. ശരിയാണ്, അത് അഖ്വയാണ്. വഅദ്ഹറു, ഏറ്റവും ദാഹിറായതാണ്, ഏറ്റവും സുവ്യക്തമായതാണ്. ഏതിനേക്കാളും? മിൻ ദലാലത്തിൽ മാലൂലി, മാലൂല് അറിയിക്കലിനാലും അറിയിക്കുന്നതിനേക്കാളും. ഏതിന്റെ മേൽ അറിയിക്കുക? ഇല്ലത്തിഹ, ഇല്ലത്തിന്റെ മേൽ അറിയിക്കുന്നതിനേക്കാളും. മാലൂല് ഏതിന്റെ മേൽ അറിയിക്കുക? ഇല്ലത്തിന്റെ മേൽ അറിയിക്കുന്നതിനേക്കാളും. മാലൂല് ഇജ്തിമാഇ അയ്യത്ത് അത് ഇല്ലത്തിന്റെ മേൽ അറിയിക്കുക. അപ്പൊ ആ ഇല്ലത്തിന്റെ മേൽ അറിയിക്കുന്നതിനേക്കാളും ആ ഇല്ലത്തിന്റെ മേൽ അറിയിക്കുന്നതിനേക്കാളും ഏറ്റവും അഖ്വയാണ് ഏത്? ഇല്ലത്ത് മാലൂലിന്റെ മേൽ അറിയിക്കുക. എന്നതിന് കാരണം പറയാണ്. ഇത് അന്നൽ ഇല്ലത്തൽ മുഅയ്യിനത, കാരണം മുഅയ്യിനത്താകുന്ന ഇല്ലത്ത് തെദുല്ലു, ഈ മുഅയ്യിനത്താകുന്ന ഇല്ലത്ത് എന്നുള്ളത് തെദുല്ലു, അത് അറിയിക്കും. തെദുല്ലു, അത് അറിയിക്കുന്നതാണ്. എന്തിന്റെ മേൽ അറിയിക്കും? അലാ മാലൂലിൻ മുഅയ്യനിൻ, ഒരു മുഅയ്യനായ മാലൂലിന്റെ മേൽ അറിയിക്കും. ഇല്ലത്ത് മുഅയ്യനായ ഒരു ഇല്ലത്താവുമ്പോ ഒരു മുഅയ്യനായ മാലൂലിന്റെ മേൽ അറിയിക്കും. വൽ മുഅയ്യനുൽ മാലൂൽ വൽ മാലൂലുൽ മുഅയ്യനു, മുഅയ്യനായ മാലൂലോ അത് ലാ യദുല്ലു അലാ ഇല്ല, ലാ യദുല്ലു, അത് അറിയിക്കുകയില്ല ഇല്ല അലാ ഇല്ലത്തിമ്മ, ഏതെങ്കിലും ഒരു ഇല്ലത്തിന്റെ മേൽ അറിയിക്കുള്ളൂ.
ഏതെങ്കിലും ഒരു ഇല്ലത്തിന്റെ മേലെ അത് അറിയിക്കലെന്തുള്ളൂ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതുപോലെയെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ വെക്കുക ഈ നാറ് അത് ഇല്ലത്താണ്. അതേപോലെ ഹറാറത്ത് അത് മഅലൂലാണ്. ഈ നാറ് എന്നുള്ളത് ഏതിന്റെ മേൽ അറിയിക്കും? അത് പിന്നെ ഹറാറത്തിന്റെ മേൽ അറിയിക്കും. നേരെ മറിച്ച് ഹറാറത്ത് എന്നുള്ളത് പിന്നെ നാറിന്റെ മേൽ അറിയിച്ചോളന്നില്ല പെട്ടെന്ന്. കാരണം എന്താ? ഹറാറത്ത് എന്ന് പറയുന്നത് നാറ് കൊണ്ടല്ലാതെ ഹറാറത്ത് ഉണ്ടാവാം. പക്ഷെ നാറുണ്ടാവുമ്പോ ഹറാറത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എന്റെ അഭിപ്രായം ഇല്ല. മനസ്സിലായില്ലേ? കാരണം എന്താ? ഈ ഞഴുകൊണ്ട് മൊയ്യനത്താകുന്ന ഹറാറത്ത് എന്നുള്ളത് അത് മൊയ്യനത്താകുന്ന ഇല്ലത്താകുന്ന പിന്നെ നാറിന്റെ മേൽ എന്ത് ചെയ്യൂല? അറിയിക്കൂല. പിന്നെ അല്ല ഇല്ലത്തിമ്മ. അപ്പൊ അതുകൊണ്ട് തന്നെ പാറാത അവിടെ സാരി ഉദ്ദേശിച്ചു. എന്താ ഉദ്ദേശിച്ചത്? അത്തംബിഹ ഉണർത്തന്നെ ഉദ്ദേശിച്ചു. ഏതിനെ മേൽ ഉണർത്തന്നെ ഉദ്ദേശിച്ചു? അല്ലാതാലിക്ക ഈ പറയപ്പെട്ട കാര്യത്തിന്റെ മേൽ എന്ത് ചെയ്യുക? ഉണർത്തുക. ഏതിന്റെ മേല്? അഥവാ തെർത്തീബ് ഐഹത്തിന്റെ മേൽ അറിയിക്കൽ അക്കുവയാണെന്നും അതേപോലെ തെർത്തീബ് മുറത്തീബിന്റെ മേൽ അറിയിക്കല് പിന്നെ പിന്നെ അക്കുവയും അദ്ഹറും അല്ലെന്നും അഥവാ അഫയാണെന്നും അതെ പറഞ്ഞത്. അപ്പൊ അതിന്റെ മേൽ തംബീഹ് ചെയ്യാൻ എന്ത് ചെയ്ത്? ഉണർത്തന്നെ ഉദ്ദേശിച്ചു. എന്നിട്ട് ഇപ്പൊ അബ്ബറ എന്നിട്ട് ഇവിടെ മുസന്നിഫ് സാരി എന്ത് ചെയ്ത്? ഇബാറത്തിട്ടു. ഏതുകൊണ്ടാണ് ഇബാറത്തിട്ടത്? ബിൽ മുത്താബക്കത്ത് കൊണ്ട്. അത് പറഞ്ഞില്ലേ? ഇഷാറത്തുൻ ഇല്ലത്തി സൂര്യത്തി ബിൽ മുത്താബക്ക. അല്ല ബിൽ മുത്താബക്ക എന്ന് പറഞ്ഞില്ലേ? അതടിസ്ഥാനത്തിൽ എന്ത് ചെയ്താണ് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഏത് മാന പ്രകാരം? അല മാന, ഒരു മാന പ്രകാരം. ഏതാ മാന? സഫറുല്ലാഹ്. അല മാന, ഒരു മാന പ്രകാരം. ഏതാണ് അവിടെ മാന ഉള്ളത്? അന്റെ ദലാലത്തെ തെർത്തീബി, തീർച്ചയായും തെർത്തീബ് അറിയിക്കുക എന്ന് പറഞ്ഞത് അയൽ ഐഹത്തി, ഐഹത്തിന്റെ മേൽ തെർത്തീബ് അറിയിക്കല് കൽ മുത്താബക്കത്തി അല്ല മുത്താബക്കിയായ ദലാലത്ത് പോലെയാണ് ലുഹൂറിന്റെ വിഷയത്തിൽ. അപ്പൊ തെർത്തീബ് ഐഹത്തിന്റെ മേൽ അറിയിക്കുക എന്നുള്ളത് അത് ലുഹൂറിന്റെ വിഷയത്തിൽ മുത്താബക്കിയ ദലാലത്ത്. കാരണം മുത്താബക്കിയ ദലാലത്ത് വാഹിറ ഇൻസാന് ഹൈവാനാത്തിക്കിന്റെ മേൽ അറിയിക്കല് അത് മുത്താബക്കിയ ദലാലത്താണ്, മുത്താബക്കിയ ദലാലത്താണ്. അപ്പൊ അതേപോലെ അവിടെ തെറ്റും. ഇനി അടുത്തത് കൗലുഹു. കൗലുഹു മുസന്നിഫ് സാരിന്റെ കൗല്. لأن بعض العقلاء يناقض بعضها എന്ന് പറഞ്ഞല്ല. അതായത് ചില ഉഖലായിൽ നിന്നുള്ളതായ ബഅദ് യുനാഖിദു ബഅദൻ, അത് ബഅദിനോട് അവരെന്ത് ചെയ്യും? ബഅദിനോട് എന്താവും? എതിരാവും എന്ന് പറഞ്ഞല്ല. പറഞ്ഞത് അവിടെ ചില കിതാബിലൊക്കെ ബഅലഹാന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ ബഅലഹ വേണ്ടാന്നാ തോന്നുന്നത്. لأن بعض العقلاء يناقض بعضا. അത് ശരിയാ.
കിതാബിൽ തെറ്റുണ്ട്. കിതാബിൽ അവിടെ ബയലഹാന്നുള്ളത്, സത്യത്തിൽ പറഞ്ഞ അവിടെ ബയലെന്നാണ് വേണ്ടത്. പിന്നെ അപ്പൊ ഞാൻ ബയല ഉക്കലായി വിനാക്കിയത് ബയവൻ, ഈ പറഞ്ഞ വാക്ക് ഇതല്ല അറിയിച്ചു. അതാ ഈ പറഞ്ഞത് അറിയിച്ചു. അല അന്നൽ ഫിക്ര, തീർച്ചയായിട്ടും ഫിക്ർ എന്ന് പറയുന്നത് കത് യകൂനു ഖത്വ, ഫിക്ർ ചിലപ്പോൾ അത് ഖത്വ ആയിട്ട് വരാം. ഏത് തിരിയുവ അന്ന ബദാഅത്തുൽ അഖ്ലി, അതായത് ഒരു മനുഷ്യന്റെ പ്രഥമ ബുദ്ധി, ബദാഅത്തുൽ അഖ്ലി പ്രഥമമായ ബുദ്ധി, ആ പ്രഥമമായ ബുദ്ധിയാകുന്നത് അത് ലാ യക്ഫി, മതിയാകൂല. ബിതമയ്യുസിൽ ഖത്ഇ അനി സവാബി, അതായത് ഏറ്റവും നല്ലത് തമ്മീസിയാണ് അവിടെ ഇബാറത്തെങ്കിൽ ഏറ്റവും യോജിപ്പുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇനിയിപ്പം വേറെ അടിസ്ഥാനത്തിലാവാതെ ഇങ്ങനെയും വെക്കാം. തമയ്യുസായി തീരാന്നുള്ള മാനാക്ക് വെച്ചതാവും വെക്കാം. ഏതായാലും ശരി, ബദാഅത്തുൽ ലാ യക്ഫി, അത് മതിയാക്കൂല. എന്തിനക്ക്? ഒരു ഖത്ത് സവാബിനെ തൊട്ട് ഖത്ത് വേർതിരിയുന്നതിനക്ക്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ വേർതിരിക്കുന്നതിനക്ക്. അതാണ് കുറച്ചും കൂടിയൊക്കെ ലാഹിറായിട്ട് തോന്നാം. അപ്പൊ ഖത്തയിനെ സവാബിനെ തൊട്ട് എന്ത് ചെയ്യുക? വേർതിരിക്കുന്നതിനക്ക് വെറും ബദാഅത്തുൽ അഖ്ലി മാത്രം പോരാ. കാരണം ഇവര് പറഞ്ഞപ്പോ എന്താണ്? ഉക്കലായിൽപ്പെട്ട ബാദിനോട് എതിരാവും അല്ലേ? എന്നിട്ട് പറയാണെന്ത്? ബദാഅത്തുൽ അഖ്ലി എന്ന് പറയുന്നത് ഖത്തയിനെ സവാബിനെ തൊട്ട് തിരിക്കാൻ മാത്രം പര്യാപ്തമല്ല ബദാഅത്തുൽ അഖ്ലി, അതാണ് സത്യം. അതേപോലെ തന്നെ ഫിക്ർ എന്ന് പറയുന്നത് ചിലപ്പോൾ അതെന്തായിട്ട് വരും? ഖത്ത് ആയിട്ടും വരും. ഇതാണ് ഇപ്പൊ രണ്ട് മദലൂല് ഈ ദലീല് കൊണ്ട് കിട്ടിയത്. ഇത് ലിഅന്ന ബഅദൽ ഉഖലായി യുനാഖിബു ബഅദൻ എന്ന് പറഞ്ഞതായ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന രണ്ട് മഫ്ഹൂമാണ്, മദലൂലാണ്. ഏത്? ഫിക്ർ എന്നുള്ളത് ചിലപ്പോൾ അത് ഖത്ത് ആവും. അതോടുകൂടി ബദാഅത്തുൽ അഖ്ലി മാത്രം പോരാ, ഒരു ഖത്തയിനെ സവാബിനെ തൊട്ട് വേർതിരിക്കുന്നതിന് അല്ല. ഇനി വയില്ല. എങ്ങനെയല്ലെങ്കിൽ ഫിക്ർ എന്നുള്ളത് ചിലപ്പം ഖത്ത് ആയിട്ട് വരും എന്ന് വെക്കുന്നില്ല. അതേപോലെ ബദാഅത്തുൽ അഖ്ലി എന്ന് പറയുന്നത് സവാബിനെ തൊട്ട് ഖത്തയിനെ വേർതിരിക്കുന്നതിനേക്ക് പര്യാപ്തമാണ് എന്ന് വെക്കുകയാണെങ്കിലോ അനിൽ ഉഖലായി, ബുദ്ധിമാന്മാരിൽ നിന്ന് ഒരിക്കലും എന്ത് വരൂല? ഈ ഖത്ത് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കൂല. എങ്ങനെ ഉഖല ആണ്? അഖ്വാലിബീന, അഖ്വാലിബീന തേടുന്നവരായ, എന്തിന്? സ്വവാബിനെ എന്ത് ചെയ്യുക? തേടുന്നവരായ, സ്വവാബിനെ തേടുന്നതായ ഉഖലായിനെ തൊട്ട് ഖത്ത് ഒരിക്കലും എന്ത് ചെയ്യൂല? സംഭവിക്കൂല. അതേപോലെ വൽ ഹാരിബീൻ അനിൽ ഖത്വയി, ഖത്തയിനെ തൊട്ട് ഓടിപ്പോകുന്ന ഉഖലാവും. ആ ഉഖലായിന്റെയും ഇടയിൽ ഒരിക്കലും ഏതുണ്ടാവൂല? പിന്നെ ഖത്ത് ഉണ്ടാവൂല എന്ന് വെക്കും. ഏത്? ഈ ഫിക്ർ ചിലപ്പം ഖത്ത് കാണുന്ന വെക്കുന്നില്ലെങ്കിലും, അതേപോലെ ബദാഅത്തുൽ അഖ്ലി എന്നുള്ളത് സവാബിനെ തൊട്ട് ഖത്തയിനെ വേർതിരിക്കാൻ പര്യാപ്തമാണ് എന്നും വെച്ചാൽ എന്ന വൈന്നമാക്കാര എന്നവിടെ ഷാരി പറഞ്ഞ് ബലിൽ ഇൻസാന് വായിദു അലട്ട് പറഞ്ഞല്ലോ. ഷാരി പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടല്ലോ, കുത്തിബി പറഞ്ഞല്ലോ, ഒരു ഇൻസാന് വായിദായ ഇൻസാന് അവന്റെ നഫ്സിനോട് തന്നെ രണ്ട് സമയത്തിൽ മുനാക്കളാകുന്നുണ്ട്, രണ്ട് രൂപത്തില് എതിരാകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ. എന്തിനാ അങ്ങനെ പറയാനുള്ള കാരണം? എന്നോ ഈ പറഞ്ഞ കാര്യം ഒരു വായിദായ ഇൻസാന് രണ്ട് സമയത്തിലായി തന്റെ നഫ്സിനോട് എതിരാകും എന്ന് പറഞ്ഞതായ കാര്യം അൽഹറു, അത് ഏറ്റവും ലാഹിറാണ്. ഇത് മറഞ്ഞ കാര്യമൊന്നുമില്ലാണ്. കാരണം എന്താണ്? നല്ല ചിന്തിച്ചോളി. ഫൈനൽ ആഖിലൽ മുഫക്കിറ, ഒരു ചിന്തിക്കുന്നതായ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, ഇതാ ഫത്തേഷ അൻ അഹ്വാലിഹി,
അവൻ അവന്റെ അവസ്ഥകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഒരു ചിന്തിക്കുന്ന ഒരു ബുദ്ധിമാനായ ഒരാള് താൻ തന്റെ അവസ്ഥയെ സംബന്ധിച്ച് എന്ത് ചെയ്ത് അതായത് അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തിയാലോ വജദ അവനെത്തിക്കും. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് അന്നഹു തീർച്ചയായിട്ടും ഈ ബുദ്ധിമാന്മാരായ അതായത് ചിന്തിക്കുന്ന ഈ ബുദ്ധിമാനായ മനുഷ്യൻ യഅ്തഖിദു ഉമൂറൻ മുതനാഖിബത്ത് പരസ്പര വൈരുദ്ധ്യമായ പല കാര്യങ്ങളെ ഇഅ്തിഖാദ് ചെയ്യുന്നുണ്ട്. ഏതടിസ്ഥാനത്തില് ബിഹസബി ഔഖാത്തിൻ മുഖ്തലിഫ വ്യത്യസ്തങ്ങളായ സമയത്തിന് അനുസൃതമായിട്ട്. എന്ന് വെച്ചാൽ വിഷയം എന്താണ്? യുഫക്കിറു ഫീ വഖ്തി ഒരു സമയത്ത് ഓൻ ചിന്തിക്കും, എന്നിട്ട് പോയത്തേക്ക് ഇത് ഹുക്കുമ ഒരു ഹുക്കുമിനെ ഓൻ കണ്ടുപിടിക്കും. സുമ്മ യുഫക്കിറു ഫീ വഖ്തിൻ ആഖറ പിന്നെ മറ്റൊരു സമയത്ത് ഓൻ വീണ്ടും ചിന്തിക്കും, എന്നിട്ടോ വയത്തേക്ക് ഇത് ഹുക്കുമൻ ആഖറ രണ്ടാമത്തെ ഒരു ഹുക്കുമിനെ ഓൻ എന്ത് ചെയ്യും? ഇഅ്തിഖാദ് ചെയ്യും. മുതനാഖിളൻ ലിൽ ഹുക്മിൽ അവ്വൽ ഒന്നാമത്തെ ഹുക്കുമിനിക്ക് ഘടകവിരുദ്ധമാകുന്ന ഓപ്പോസിറ്റ് ആകുന്ന. അപ്പോഴപ്പം എന്ത് വന്ന് ഇപ്പൊ 2 വക്ത് വന്നില്ലേ? അല്ലപ്പോ 2 വക്ത് വന്നല്ലോ. ഇതാണ്. എന്നാൽ ഇവിടെ ചില ആളുകൾ അവിടെ ഇത്തിറാദ് ചെയ്യാണ്. എന്തെന്നറിയാം, ഈ നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല. ഇവിടെ ഇപ്പൊ 2 വക്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഈ 2 വക്തിന് എതിരുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ എതിരുണ്ട് നിങ്ങളെ വാദം ശരിയല്ല ചില ആളുകൾ ചോദ്യം. എന്നിട്ട് അവര് ചോദ്യത്തിൽ ഒരു എങ്ങനെ കൊണ്ടുവരുന്നത് എന്നറിയാം. അതായത് ഈ നമ്മളിപ്പോ ഒരു കാര്യം മറ്റൊരു കാര്യത്തിനോട് എതിരാവണമെന്ന് പറയുകയാണെങ്കിൽ സമാനിന്റെ വിഷയത്തിലും ഫിക്റിന്റെ വിഷയത്തിലും എന്താവണം? പിന്നെ ഇത്തിഹാദ് വേണം. സമാനിലും പിന്നെ ഇത്തിഹാദ് വേണം. അതേപോലെ ഫിക്റിലും എന്ത് വേണം? ഇത്തിഹാദ് വേണം. 2 സമയത്താണെന്ന്. നേരെ മറിച്ചുകൊണ്ട് ഇത്തിഹാദ് വേണം. ഇത്തിഹാദ് ഉണ്ടെങ്കിലേ തനാഖുദ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എന്തില്ല? ഇത്തിഹാദില്ല. ഇവിടെ രണ്ടും 2 സമയത്തായിട്ടാണ്. ഒന്നിനോട് ഒരിക്കലും എന്താകുന്നില്ല, അതായത് കുഫു വെക്കുന്നില്ല, അതായത് ഒക്കെയും മുത്തഹിദായിട്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ ഈ ഒരു വക്തിൽ വരുന്നത് മറ്റേ വക്തിൽ വന്നതിനോട് എങ്ങനെ എതിര് വരിക? മുനാക്കബത്ത് വരിക. കാരണം മുനാക്കബത്ത് നമ്മൾ ഇത്തിഹാദില്ലല്ലോ, ഇത്തിഹാദ് സമാനില്ലല്ലോ. അതാണ് ഫൽ വക്താനി. നമ്മളിപ്പോ 2 വക്ത് പറഞ്ഞല്ലോ. എങ്കിലാ ഇന്നമാഹുവ ഈ 2 വക്തും അത് ലിൽ ഫിക്റൈനി. നിങ്ങൾ പറയുമ്പോഴല്ല, അത് രണ്ടും 2 ഫിക്റിനിക്കാണ്. 2 ഫിക്റിനിക്കാണ്. ഫിക്ർ 2ആണ്. മനസ്സിലായില്ലേ? വക്ത് 2ആണെങ്കിലും അത് 2ആയിട്ട് അതിനെ പ്രത്യേകം പരിഗണിക്കപ്പെടില്ല. അപ്പൊ ലിൽ ഫിക്റൈനി അത് രണ്ടും 2 ഫിക്റിലേക്ക് നോക്കിയിട്ടാണ്. മനസ്സിലായ? ഫിക്റിലേക്ക് നോക്കിയിട്ടാണ്. എന്നാൽ എന്നാൽ ഇവിടെ പറഞ്ഞ 2 നത്തീജ, ഇവിടത്തെ 2 നത്തീജ. 2 നത്തീജ ഏതാ? ഒന്നാമത്തെ നത്തീജ നമ്മൾ പറഞ്ഞത് എന്തെന്ന്, അതായത് അന്നഹു യഅ്തഖിദു ഉമൂറൻ മുതനാഖിലതൻ ബിഹസബി ഔഖാത്തി മുഖ്തലിഫത്തിൻ വയഅ്തഖിദു അതായത് ഹുക്മൻ സുമ്മ യുഫക്കിറു ഫീ വഖ്തിൻ ആഖറ വയഅ്തഖിദു ഹുക്മൻ ആഖറ മുതനാഖിലൻ ലിൽ ഹുക്മിൽ അവ്വലി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പറഞ്ഞ 2 നത്തീജ ഫയസ്തമിലത്താനി, ആ 2 നത്തീജയും അത് ചുറ്റും എന്തിന്റെ മേല് ചുറ്റും? അല ഇത്തിഹാദി സമാനി, സമാനിൽ ഇത്തിഹാദ് ഉണ്ട്. എങ്ങനത്തെ സമാനിലുള്ള ഇത്തിഹാദാണ്? അൽ മുഅ്തബരി ഫി തനാഖുലി, തനാഖുലിൽ ചർച്ച ചെയ്യപ്പെടുന്നതായ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാദം ശരിയല്ല. അവിടെ ഏതുണ്ട്? ഇത്തിഹാദു സമാൻ ഉണ്ട്. അവിടെ ഏതുണ്ട്? ഇത്തിഹാദ് ഉണ്ട്. അതെ. എന്നാൽ ഇനി വേറെ ചർച്ച നടത്താൻ പോവാണ്. എന്താ വേറെ ചർച്ച? വഖ്തസറ അലാ ബയാനിൽ ഖതഇ. വഖ്തസറ അവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ചുരുക്കി. അലാ ബയാനിൽ ഖതഇ, ഖതഇനെ ബയാൻ ചെയ്യുന്നതിന്റെ മേൽ. ഇതിപ്പോ ഒരു സൂചനയാണ്. എന്താ സൂചന എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ദലീല് കൊണ്ട് ഈ വേദനൊക്കെ അന്നട്ടൊരു ഇവിടെ പറഞ്ഞില്ലേ, ഒരു ദലീല് പറഞ്ഞില്ല ഇവിടെ.
ഈ എന്റെ ബാധ നുക്കലായി എന്നാണ് ഈ എന്റെ ബാധ നുക്കലായി നാക്കിത് ബാധ എന്ന് പറഞ്ഞ് ദലീലിട്ട് പറഞ്ഞില്ലേ ആ പറഞ്ഞതായ ദലീലിട്ട് പറഞ്ഞതായ ആ ഒന്ന് മനസ്സിലായില്ലേ അവിടെ ആ കൊണ്ടുവന്ന ദലീല് കൊണ്ടിട്ട് പിന്നെ ചിന്തകളില് ഖത്ത് സുബൂത്താക്കുക. ഏത് ചിന്ത? തസ്ദീഖാത്തിന് ഫായിദ വെപ്പിക്കുന്നതായ ചിന്തകളിലുള്ള ഖത്തയിന് സുബൂത്താക്കലേ വരുന്നുള്ളൂ. പിന്നെ ഫായിദ ഇല്ലാത്ത ഫിക്റുകളിലുള്ളതായ പിന്നെ ഖത്തയിനത് എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തുന്നില്ല. സത്യത്തിന് ഫിക്റ് എന്ന് പറഞ്ഞാല് 2 രൂപ ഉണ്ടാവുമല്ലോ. ഫിക്റ് കാസിബത്തായ ഫിക്റുണ്ടാവാം, അതേപോലെ അല്ലാത്ത ഫിക്റുണ്ടാവാം, രണ്ടുണ്ടാവുമല്ലോ. അതാ പറഞ്ഞ വഖത്ത് സലാബളെ ചോദിക്കും അലാ ബയാനിൽ ഖത്തയിനെ ബയാൻ ചെയ്യുന്നതിന്റെ മേൽ എവിടെ അബ്കാരിൽ കാസിബത്തിൽ തസ്ദീഖാത്തിനെ കസ്ബ് ചെയ്യുന്ന ഫിക്റുകളിൽ നമുക്കവിടെ ചർച്ച. അങ്ങനത്തെ ഫിക്റുകളെ സംബന്ധിച്ചാണ് ചർച്ച. കാരണം എന്താ? ഈ അദമി ലുഹൂരി ദാലിക ഫി തസവ്വുറാത്ത്, അത് തസവ്വുറിൽ എന്താണ് വെളിവാവാത്ത കാരണത്തിന് വേണ്ടി. മനസ്സിലായില്ലേ? അത് വെളിവാകുന്നില്ല. ഏത് വെളിവാകുന്നില്ല? ഈ പറയപ്പെട്ടതായ കാര്യം തസവ്വുറാത്തിലുണ്ടാകുന്നില്ല. വല്ലാഹു അഅലമു ബിസ്സവാബ്.